നിങ്ങൾ ആദ്യം അച്ഛന് വേണ്ടി പ്രാർത്ഥിക്കുക. ഉടമ്പടി ധ്യാനം വളരെ ഉത്തരവാദിത്തപ്പെട്ട ഒരു ശുശ്രൂഷയാണ്. ഉടമ്പടി ധ്യാനത്തിലൂടെയാണ് പലപ്പോഴും ഉടമ്പടി എടുത്ത് ഉടമ്പടി ജീവിക്കുന്ന മക്കൾക്ക് സ്വാഭാവികമായി ഇടയ്ക്കിടയ്ക്കുണ്ടാകുന്ന ചില പ്രശ്നങ്ങളെ വഴിമുട്ടി ഇങ്ങനെ നിൽക്കുമ്പോൾ കർത്താവ് ഉടമ്പടി ധ്യാനത്തിലൂടെയാണ് അവരെ നീ നടക്കേണ്ട വഴി ഞാൻ നിനക്ക് കാണിച്ചു തരാമെന്നും പറഞ്ഞുകൊണ്ട് ആ വാഗ്ദാന പ്രകാരം കർത്താവ് ഉടമ്പടി ധ്യാനത്തിൽ നിർദ്ദേശം നൽകുന്നത്. ഒത്തിരി സാക്ഷ്യങ്ങളിലെ ഉടമ്പടി ധ്യാനത്തിലൂടെ ലഭിച്ച നിർദ്ദേശമാണ് പിന്നീട് അവരെ നയിച്ചതെന്ന് അവർ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഉടമ്പടി ധ്യാനം മുഴുവനായിട്ട് ഈശോ അധ്യക്ഷത വഹിച്ചുകൊണ്ട് അമ്മയുടെ മാധ്യസ്ഥയിലെ പരിശുദ്ധാത്മ നിറവിലെ അപ്പായുടെ സ്നേഹത്തിലെ ശുശ്രൂഷ ചെയ്യാൻ വേണ്ടി നമുക്ക് ഒരുമിച്ച് സ്തുതിക്കാം. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മഹത്വം, മഹത്വം, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ധ്യാനത്തിന്റെ ആദ്യ അന്തം നിന്റെ അധ്യക്ഷത ധ്യാനത്തിന്റെ നീളം ഉണ്ടാവണമെന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്ക് ഓരോരുത്തർക്കും ആത്മാഭിഷേകം നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആത്മാവാൽ വഴി നടത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. അന്ത്യനും നീ മാത്രമേ യേശുവേ, സ്തുതികൾക്കും പുകഴ്ചയ്ക്കും യോഗ്യനേ യേശുവേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എൻ്റെ പ്രിയമുള്ളവരെ, ഒരു നിമിഷം മൗനമായി ഓൺലൈനിലുള്ളവർ നമ്മളെ തന്നെ കർത്താവിൻ്റെ അനുഗ്രഹത്തിന് വെളിപാടിനുമായി സമർപ്പിക്കേണ്ടതാണ്. കർത്താവ് ഇതിൻ്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്നു. കർത്താവ് ഇതിൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവ് സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 39 വർഷം ഞാൻ അർപ്പിച്ച പരിശുദ്ധ കൃപാന്റെ ശക്തിയാൽ കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിലെ ഈ അൾത്താറിൽ നടന്ന 10,000-കണക്കിന് ആരാധന ശക്തിയാൽ ഈ ധ്യാനത്തിൻ്റെ ഭാഗമാകുന്നവർ കർത്താവിൻ്റെ ആത്മാവിനാൽ അഭിഷിക്തരാകട്ടെ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മഹത്വം, മഹത്വം, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഉടമ്പടി പലപ്പോഴും ഡ്രൈ ആയിട്ടുള്ള ഉടമ്പടിയുണ്ട്, അതുപോലെ തന്നെ ഫ്രഷ് ആയിട്ടുള്ള ഉടമ്പടിയുണ്ട്. ഈ ആധ്യാത്മികതയുടെ എല്ലാ സബ്ജക്റ്റിലും ഡ്രൈയും അതുപോലെ തന്നെ ഫ്രഷും ഉണ്ട്. ഡ്രൈ എന്ന് പറയുന്നത് വരണ്ട രീതിയിലുള്ള ഒരു ഉടമ്പടി ജീവിതം സാധ്യമാണ്. പലരും അങ്ങനെ ഒരു വരണ്ട ജീവിതമാണ് നയിക്കുന്നത്, ഉടമ്പടിയുടെ വരണ്ട ജീവിതം. അതുകൊണ്ടാണ് അവർക്ക് ദൈവത്തിൻ്റെ ഇടപെടലില്ലാത്തതിൻ്റെ കാരണം അതാണ്. ഇന്ന് രാവിലെ ഞാനൊരു സാക്ഷ്യം കേട്ടപ്പോൾ അതിൽ പറഞ്ഞത്, ഒരു മോളിവിടെ രാവിലെ മുതൽ ഇവിടെ വന്നിട്ടുണ്ട്, എന്നിട്ട് അവരിങ്ങനെ എന്ത് ചെയ്യണമെന്ന് അവർക്കൊരു ഐഡിയ ഇല്ല. ഫസ്റ്റ് ടൈം ഷീസ് കമ്മിങ്. ആദ്യം വരണവരാണ്. അപ്പോൾ അവർ ഉടമ്പടി എടുക്കണം, എടുത്താലിത് പൂർത്തിയാക്കാൻ പറ്റും
പറ്റുമോ എന്നൊക്കെ ഇങ്ങനെ കയ്യാലപ്പുറത്ത് തേങ്ങാ പോലെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഉടമ്പടി എടുത്ത ഒരു കൊച്ചിനോട് പറഞ്ഞ്, കൊച്ചെ ഒന്ന് പറഞ്ഞു തരാമോ എന്താണ് ഉടമ്പടി എന്ന്. അപ്പോൾ അവൾ പറഞ്ഞ് അത് സിമ്പിളാണ്, രാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കണം, ഒരു പ്രത്യക്ഷ പ്രാർത്ഥന ഉണ്ട്, വൈകുന്നേരം പ്രാർത്ഥിക്കണം, പിന്നെ ഉപവാസം. അപ്പോൾ ഞാൻ ഉപവാസം ഞാൻ ഉടമ്പടി ഇല്ലാതെ തന്നെ എടുക്കുന്നതാണ്. അപ്പോൾ അത്രയും സിമ്പിളാണല്ലേ. അതാണ് ഡ്രൈ ഉടമ്പടി എന്ന് പറയുന്നത്. ആ പെരിച്ചാഴി പോലും പറഞ്ഞു കൊടുത്ത പോലും എന്ത് തെറ്റാണെന്ന് നോക്കി. അവർ ഉടമ്പടി എടുത്ത കക്ഷിയാണ്. അവർ പറഞ്ഞു കൊടുത്തിരിക്കുന്ന സംഭവം എന്ന് പറയുന്നത് രാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കണം, വൈകുന്നേരം പ്രാർത്ഥിക്കണം, പിന്നെ ഇടയ്ക്കൊന്ന് ഉപവസിക്കണം ഏതെങ്കിലും ദിവസം, അത്രയേ ഉള്ളെന്ന്. അപ്പോൾ ഉടമ്പടി ഒരു ഘടകവും ഇവർ പറഞ്ഞിട്ടില്ല. കാര്യം ഇവരും ഉടമ്പടി എടുത്ത കക്ഷിയാണ്. ഉടമ്പടി എടുത്ത ആളിൻ്റെ ഗതികേട് കണ്ടില്ലേ. ഇതിനാ ഡ്രൈ കവനൻ്റ് എന്ന് പറയണത്, ഉണക്ക ഉടമ്പടി എന്ന് പറയും. ഇതിൻ്റെ ഫ്രഷ് എന്ന് പറയുന്ന സംഭവം എന്ന് പറയണത് എപ്പോഴും നമ്മൾ, അപ്പോൾ നിങ്ങൾ ചോദിക്കുക എന്താണ് ഫ്രഷായിട്ടുള്ള ഉടമ്പടി? ഫ്രഷായിട്ടുള്ള ഉടമ്പടി എന്ന് പറയണത്, അഥവാ അതെങ്കിലും ഉടമ്പടി 100% വിജയിക്കാൻ വേണ്ടി നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? അതിൽ എപ്പോഴും നമ്മളെന്തിനാണ് ദൈവത്തിൻ്റെ വചനങ്ങൾ എന്തിനാണ് എപ്പോഴും വായിക്കുന്നത്? ദൈവത്തിൻ്റെ വചനം വായിക്കുന്നവരിലും 2 തരമുണ്ട്. ദൈവം പറഞ്ഞിട്ട് വായിക്കുന്നവരും ദൈവം പറയാണ്ട് ജോസഫച്ചൻ പറഞ്ഞിട്ട് വായിക്കുന്നവരുമുണ്ട്. അപ്പോൾ നിങ്ങൾ ജോസഫച്ചൻ പറഞ്ഞ ദൈവം പറയണതല്ലേ എന്ന്. അതല്ല, ഉടമ്പടി നിയമപ്രകാരം അരമണിക്കൂർ സാങ്കേതികമായിട്ട് വചനം വായിക്കണമല്ലോ, ഇല്ലേ? അപ്പം അതുകൊണ്ട് അവരതനുസരിച്ചുകൊണ്ട് ആദത്തിൻ്റെ കഥ തൊട്ട് വായിക്കാൻ തുടങ്ങും. അങ്ങനെ ഓരോ ഘട്ടവും ഓരോ സമയത്ത് അരമണിക്കൂർ. അതല്ല ഞാൻ പറഞ്ഞിരിക്കുന്നത്. ഉടമ്പടിയിൽ നിങ്ങൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം, ഉടമ്പടി ദൈവത്താൽ നയിക്കപ്പെടുന്ന ലെഡ് ബൈ ഹോളി സ്പിരിറ്റ് ആയിട്ടുള്ള ഒരു റീഡിംഗ് ഉണ്ട്. നിങ്ങൾ ഉടമ്പടി ഫ്രഷ് കവനൻറ്റിലാണെങ്കിൽ നിങ്ങൾ വായിക്കേണ്ട ഭാഗം ദൈവം നിങ്ങൾക്ക് തിരഞ്ഞെടുത്ത് തരും. എന്ന് വെച്ചാൽ ഉടമ്പടിയുടെ വഴിയിലൂടെ പോകുമ്പോൾ ഈ ദൈവവചനത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴും ആയിരക്കണക്കിന് സാക്ഷ്യങ്ങളാണ് മനുഷ്യർ പറയണത്. ഒരു സുലുവിൻ്റെ സാക്ഷ്യം ഞാൻ കേട്ടു. അപ്പോഴെന്താ സാക്ഷ്യത്തിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് യൂറോപ്പിൽ പോകുന്നതിൻ്റെ കാരണം വെച്ച് കഴിഞ്ഞാൽ അവർ 10-25 വർഷമായിട്ട് ഒരു നേഴ്സാണ്. പിന്നെ അവർ ഇതുപോലെ യോഗ്യതാ പരീക്ഷകളെല്ലാം ട്രെയിനറാണ്. അവർ പഠിപ്പിച്ച കുഞ്ഞുങ്ങളെല്ലാവരും ജർമ്മനിയിലും അയർലൻഡിലും അവിടെയൊക്കെ പോയി. ഇവർ മാത്രം ഇപ്പോഴും കരക്ക് നിൽക്കുകയാണ്. ഇവരുടെ 10-20 കൊല്ലമായില്ലേ, ഇവർ പഠിപ്പിച്ച കുഞ്ഞുങ്ങളെല്ലാം ഇപ്പോൾ വലിയ നിലയിലായിപ്പോയി. അപ്പോൾ ഇവരുടെ മക്കൾ ചോദിച്ചു, അമ്മയ്ക്ക് എന്താ പോകാൻ പറ്റാത്തതെന്ന് ചോദിച്ചു. ഇവരുടെ മക്കളിപ്പോൾ ഒരുവിധം കാര്യങ്ങൾ മനസ്സിലാക്കുന്ന പ്രായമായി. അപ്പോൾ അവർ അമ്മയോട് ചോദിക്കണം, അമ്മയ്ക്ക് എന്താണ് പോകാൻ പറ്റാത്തത്? ഒത്തിരി പേരൊക്കെ ചോദിച്ചിട്ടുണ്ട് ഇവരൊക്കെ. പക്ഷേ മക്കൾ ചോദിച്ചപ്പോൾ അവർക്ക് സീരിയസ് ആയി. മക്കൾ ചോദിച്ചപ്പോൾ അവർക്ക് പോകണമെന്നുള്ള രീതിയിൽ ഒരു ഐഡിയ വന്നു. പക്ഷെ അവർക്കൊരു പ്രശ്നമുണ്ട്. അവർ പഠിപ്പിക്കുന്നുണ്ടെങ്കിലും അവർക്ക് ചില മൊഡ്യൂൾസൊക്കെ ഭയങ്കര പാടാണ്. ഒരു മൊഡ്യൂൾസിന് അവർ തോറ്റുപോകും എപ്പോഴും. അപ്പോൾ ഉടമ്പടി എടുത്തിട്ടും അവർ 6 പ്രാവശ്യം തോറ്റു. അങ്ങനെ സംഭവിക്കാം ചില സമയത്ത്. അപ്പോൾ നിങ്ങൾ അവർക്ക് ഉടമ്പടി എടുക്കണത് എന്തിനാണ്? ഉടമ്പടി എടുത്തിട്ട് 6 പ്രാവശ്യം തോറ്റവർ ഉടമ്പടി എടുത്താൽ പിറ്റേ ഗഡുവിന് അവർ ജയിക്കണതാണ്. ഉടമ്പടി എടുത്തിട്ട് ഇവർ 6 പ്രാവശ്യം തോറ്റു. പക്ഷേ എന്നാലും ഇവർ പുതുക്കിക്കൊണ്ട് അവരുടെ പ്രത്യാശ കളയാതെ അവരതിൽ തന്നെ പോകുമ്പോഴാണ് കുഞ്ഞുങ്ങൾ പോകാൻ പറ്റുകയാണെ പോകാം, അല്ലെങ്കിൽ പോകണ്ട. അങ്ങനെ ഒരു ഹാഫ് മൈൻഡഡാണ് ഇവർ ചെയ്യണത് ഇത് സംഭവം. അപ്പോൾ കുഞ്ഞുങ്ങൾ ചോദിച്ചു കഴിഞ്ഞപ്പോൾ അവർ പോകാൻ തീരുമാനിച്ചു. പക്ഷെ തോറ്റല്ലോ പരീക്ഷയ്ക്ക് തോറ്റപ്പോഴിത് അവരുടെ കൂട്ടുകാരത്തിയോട് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞ്,
നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് അച്ഛനോട് ഇപ്പോൾ ഇങ്ങനെ ഈ വിഷയത്തെക്കുറിച്ച് ഒരു മെസ്സേജ് ചോദിക്കാൻ പറ്റാത്തതെന്ന് ചോദിച്ചു. അപ്പോൾ സത്യസന്ധമാണ് നിങ്ങൾക്ക് മെസ്സേജ് ചോദിക്കുക, ആൾത്താറിൽ അപ്പം തന്നെ ഓൺ ദി സ്പോട്ടിലെ മറുപടി പറയും, അത് നിങ്ങൾ സാക്ഷ്യങ്ങൾ കേട്ടാൽ മനസ്സിലാവും. പക്ഷേ മെസ്സേജ് ചോദിക്കുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, ഒന്ന്, നിങ്ങൾ എന്നോട് മെസ്സേജ് ചോദിച്ചാൽ ഞാൻ ഉടനെ നോക്കണം സാക്ഷ്യം പറഞ്ഞിട്ടുണ്ടോ എന്ന് നോക്കത്തുള്ളൂ. ആദ്യം ഇയാളിന് ആദ്യമേ കൺകറൻസ് കിട്ടിയോ എന്ന് നോക്കൂ. അതാണ് എൻ്റെ പ്രശ്നം. മെസ്സേജ് എന്നോട് ചോദിച്ചാൽ ഉടനെ ഞാൻ നോക്കണത് ഇയാൾ സാക്ഷ്യം പറഞ്ഞിട്ടുണ്ടോ എന്ന് വെച്ചാൽ ഇയാളുടെ ഉടമ്പടി ദൈവം അംഗീകരിച്ചിട്ടുണ്ടോ എന്ന് എൻ്റെ അർത്ഥം. അപ്പം സാക്ഷ്യം പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാനത് തട്ടിക്കളയും. മെസ്സേജ് നമുക്ക് വെറുതെ സമയം വേസ്റ്റ് ചെയ്യാവുന്നല്ലാതെ ഇവർ കണിയാനെപ്പോലെ എന്നെ ദുരുപയോഗിക്കണ കാര്യം അറിയാൻ വേണ്ടി പ്രസംഗിപ്പിക്കണ പോലെ എന്ത് പരിപാടിക്ക് വന്നിരിക്കുകയാണ്. ഇവർ ദൈവത്തിൻ്റെ ആളല്ല ശരിക്കും. 3 ഉടമ്പടി കഴിഞ്ഞിട്ട് സാക്ഷ്യം പറഞ്ഞിട്ടില്ലെങ്കിൽ ആ ആളെ ഞാൻ വളരെ സീരിയസ് ആയിട്ടാണ് ശ്രദ്ധിക്കത്തുള്ളൂ. എന്തോ തരികട അയാൾ ഉടമ്പടി കാണിച്ചിട്ടുണ്ടെന്ന് ഞാൻ ധരിക്കത്തുള്ളൂ. കാര്യം ഉടമ്പടി എന്ന് പറയുന്നത് എന്നോട് അമ്മ ആദ്യ കാലങ്ങളിൽ 2015 ഇത് പറയുമ്പോൾ ഉടമ്പടി ഉടനടി പരിഹാരം എന്നാണ് പറഞ്ഞത്. പിന്നെ ഉടമ്പടി അതിൽ തന്നെ കറക്റ്റാണ്, അതിൻ്റെ ഫോർമുല കറക്റ്റാണ്. പിന്നെ ചില വിഷയങ്ങൾ ചിലപ്പോൾ ചില കാര്യങ്ങൾ ലാഗ് ചെയ്യും, ചില വിഷയങ്ങൾ ലാഗ് ചെയ്യും.